മോർണിംഗ്. എൻ്റെ സെമിനാർ ടോപ്പിക്ക് കൂളം സ്കാറ്ററിംഗ് ആൻഡ് റുദർഫോർഡ് ഫോർമുലയാണ്. ആദ്യമേ കൂളം സ്കാറ്ററിംഗ് എന്താണെന്ന് പറയാം. കൂളം സ്കാറ്ററിംഗ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഇലാസ്റ്റിക് ആൻഡ് ഇൻഇലാസ്റ്റിക്. ഇലാസ്റ്റിക് കൂളം സ്കാറ്ററിംഗ് ആണ് റുദർഫോർഡ് സ്കാറ്ററിംഗ് എന്നും വിളിക്കുന്നത്. ഗൈഗർ ആൻഡ് മാസ്റ്റൺ രണ്ട് സയൻറ്റിസ്റ്റാണ് ഈ എക്സ്പെരിമെൻ്റ് ആദ്യമായി ചെയ്യുന്നത്. പിന്നീട് റുദർഫോർഡ് ഫർദർ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ എക്സ്പെരിമെൻറ്റും ചെയ്താണ് ന്യൂക്ലിയസിൻ്റെ എക്സിസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയുന്നത്. ഇനിയും റുദർഫോർഡ് സ്കാറ്ററിങ്ങിനെ പറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു അസംഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ടാർജറ്റ് ന്യൂക്ലിയസ് ഈസ് ഇൻഫിനിറ്റ്ലി മാസീവ് എന്ന് കൺസിഡർ ചെയ്യുന്നു. അതേപോലെ തന്നെ സ്കാറ്റേർഡ് പാർട്ടികൾ ഒരു ഹൈപ്പർബോളിക് പാത്ത് ട്രേസ് ചെയ്യുന്നു എന്നും ഒരു അസംഷൻ നമുക്കുണ്ട്. ഇനി ഈ പാർട്ടികൾ ഇൻഫിനിറ്റ്ലി മാസീവായിട്ടുള്ള ഒരു ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യുമ്പം അതിന് എന്ത് സംഭവിക്കുന്നു? The particle approaches target nucleus along the straight line that would pass a distance b from the nucleus in the absence of repulsive force. This distance is called the impact parameter. The scattering angle is theta. Very far from the nucleus, the incident particle have negligible coulomb potential energy, and the kinetic energy, which is given by Ta, is equal to half mv0 square. Also, angular momentum related to target nucleus given by mv0b. ഈ ഒരു പാരഗ്രാഫ് സ്കിമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ലുക്ക് അറ്റ് ദിസ് ഡയഗ്രാം. സ്മോൾ ബ്ലാക്ക് സ്പോട്ടാണ് പാർട്ടിക്കിൾ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ. അതുപോലെ തന്നെ വലിയ ബ്ലാക്ക് ഡോട്ടാണ് ഇൻഫിനിറ്റ്ലി മാസീവായിട്ടുള്ള ന്യൂക്ലിയസ്, ടാർജറ്റ് ന്യൂക്ലിയസ്. ഓക്കെ, എക്സ്ട്രീം ഡിസ്റ്റൻസിൽ, ന്യൂക്ലിയസിൽ നിന്ന് ഒരുപാട് അകലെയുള്ള ആ ഡിസ്റ്റൻസിൽ അതിൻ്റെ ആ പാർട്ടിക്കിളിന് എനർജി എന്ന് പറയാൻ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അവിടെ പൊട്ടൻഷ്യൽ എനർജി നെഗ്ലിജിബിളാണ്. പി ഈസ് ഈക്വൽ ടു 0. ടി തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv0 സ്ക്വയർ. ഓൾസോ ആംഗുലർ മൊമെൻറ്റം തന്നേക്കുന്നത് mv0b എന്നാണ്. ഈ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന കേസിൽ ഈ പാർട്ടിക്കിൾ ബി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് വരുന്നത്. ഈ ഡിസ്റ്റൻസ് ബി എ ആണ് ഇമ്പാക്റ്റ് പാരാമീറ്റർ, ഇവിടുത്തെ ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ബി എന്നൊരു ഇമ്പാക്റ്റ് പാരാമീറ്റർ ഉള്ള പാർട്ടിക്കിൾ ഇൻഫിനിറ്റ്ലി മാസീവായിട്ടുള്ള ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യുന്നു. ഇനീഷ്യലി അതിൻ്റെ എനർജി എന്ന് പറയാൻ കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ന്യൂക്ലിയസിനെ അപ്രോച്ച് ചെയ്യുന്നു, അടുത്ത് വരുന്നു. ആർ മിനിമം എന്നൊരു ഡിസ്റ്റൻസിൽ ന്യൂക്ലിയസുമായി കൂടുതൽ അടുത്ത് വരുന്ന ഡിസ്റ്റൻസാണ് ആർ മിനിമം. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി മിനിമം ആകുന്നു. ആ പോയിന്റിൽ അവിടെ എനർജി, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. ആദ്യമേ ഇനീഷ്യലി നമുക്ക് കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർ മിനിമം എന്നൊരു പോയിന്റിൽ കൈനറ്റിക് എനർജിയും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. കുളംബിക് പൊട്ടൻഷ്യൽ എനർജിയാണ് അത്. എനർജി, കുളംബിക് പൊട്ടൻഷ്യൽ എനർജി തന്നിരിക്കുന്നത് ഇസഡ്, ക്യാപിറ്റൽ ഇസഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r മിനിമം ആണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് v മിനിമം സ്ക്വയർ. ഓൾസോ ആംഗുലർ മൊമെൻറ്റം തന്നേക്കുന്നത് v മിനിമം r മിനിമം. പിന്നീട് റിപ്പൾസീവ് ഫോഴ്സ് കൊണ്ട് ഈ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഒരു പാത്ത്, അതിൻ്റെ ട്രാജക്ടറിക് പാത്ത് ഫോളോ ചെയ്ത് പോകുന്നു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പം നമ്മൾ കാണുന്നു, അറ്റ് ദ അബ്സല്യൂട്ട് മിനിമം വാല്യൂ occurs at b is equal to 0 in the head-on collision in which the particle comes instantaneous to rest before reversing motion. At this point, it has exchanged its initial kinetic energy for the coulomb potential energy given by half mv0 square is equal to 1/4πε0 z capital Z e square by d, which is equation number 1. ഇതേ ഫിഗർ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. കുറച്ച് മുമ്പേ പറഞ്ഞത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി ഉള്ള കേസാണ്. ഇനിയും ബി ഈസ് ഈക്വൽ ടു 0 ആകുന്ന കേസ്, അതാണ് ഹെഡ് ഓൺ കൊളിഷൻ. ഈ പറയുന്ന പാർട്ടിക്കിൾ ന്യൂക്ലിയസിൻ്റെ നേരെ വരുന്നു.
ഫിഗർ തന്നിട്ടുണ്ട്. നേരെ ഉള്ള പാത്തിൽ വരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ന്യൂക്ലിയസുമായി ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റിൽ ഈ പാർട്ടിക്കിൾ അതിൻ്റെ വെലോസിറ്റി 0 ആകുന്നു. v=0 എന്നൊരവസ്ഥ വരുന്നു. കംപ്ലീറ്റ്ലി റെസ്റ്റ് ആയി കഴിഞ്ഞ് പിന്നീട് അത് അതിൻ്റെ പാത്ത് റീട്രേസ് ചെയ്യുന്നു. ആ പഴയ പാത്തിൽ കൂടെ തന്നെ തിരിച്ചു പോകുന്നു. ഫിഗറിൽ നിന്ന് അണ്ടർസ്റ്റുഡാണ്. അവിടെ v=0 ആകുന്ന കേസ്, ആ ഒരു പോയിന്റിൽ ഇവിടുത്തെ എനർജി എന്ന് പറയുന്നത് പ്യുവർലി കുളമ്പിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. v=z ക്യാപിറ്റൽ Z E² ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു 1/d. ഇവിടെ കൈനറ്റിക് എനർജി 0 ആണ്. അവിടെ സ്മോൾ d എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, ഇക്വേഷൻ 1ൻ്റെ കോമ്പണൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്മോൾ z e എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ പ്രൊജക്ടൈൽ, ക്യാപിറ്റൽ Z E എന്ന് പറയുന്നത് വിച്ച് റെപ്രസെൻറ്റ്സ് ദ ലാർജസ്റ്റ് ന്യൂക്ലിയസ്. ഓക്കെ, d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലോസസ്റ്റ് അപ്രോച്ച്. At intermediate points in the trajectory, the energy is partially kinetic and partially potential. എക്സ്ട്രീം ആയിരിക്കുമ്പോൾ എനർജിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? കൈനറ്റിക് എനർജി മാത്രമായിരുന്നു. അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് വരുമ്പം കൈനറ്റിക് എനർജി ഉണ്ട്, അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇനിയും കൺസിഡറിങ് ദ കൺസർവേഷൻ ഓഫ് എനർജി, ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു? കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഇൻ്റർമീഡിയറ്റിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊരു ഇക്വേഷനായിട്ട് ഫോം ചെയ്തേക്കുവാണ്. ഇക്വേഷൻ നമ്പർ 2 നോക്കുക. 12mv02 is equal to 12mv² plus 1/4πε0 into z capital Z E² divided by r. ഇനി since the coulomb force is symmetric, the scattering has cylindrical symmetry about the beam axis and the cross section is independent of the azimuthal angle psi. So we consider annular geometry. Particle with impact parameter b and b plus db are scattered into ring at the angle between theta and theta plus d theta. ഇത് നമ്മൾ അടുത്തൊരു ഫിഗർ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം, നമുക്ക് പാർട്ടിക്കിളുണ്ട്. പാർട്ടിക്കിൾ ടാർഗറ്റ് ന്യൂക്ലിയസിലേക്ക് അടുത്തേക്ക് വരികയാണ്. ഫസ്റ്റ് ഇമ്പാക്റ്റ് പാരാമീറ്റർ ബി ഉള്ള പാർട്ടിക്കിൾ ടാർഗറ്റ് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരുന്നു. അത് ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അതേപോലെ തന്നെ ബി പ്ലസ് ഡി ബി ഇമ്പാക്റ്റ് പാരാമീറ്റർ ഉള്ള പാർട്ടിക്കിൾ ടാർഗറ്റ് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് വരുന്നു. അതും ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. ഒരു ആനുലാർ റിങ്ങിൻ്റെ രണ്ടും ഒരു ആനുലാർ റിങ്ങിൻ്റെ ഒരു ബേസിൽ വെച്ചാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്നത്. ബി ഇമ്പാക്റ്റ് പാരാമീറ്റർ ഉള്ളത് തീറ്റ എന്ന ആംഗിളിൽ സ്കാറ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ ബി പ്ലസ് ഡി ബി ഉള്ളത് തീറ്റ പ്ലസ് ഡി തീറ്റ എന്നൊരു ആംഗിളിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. നമുക്ക് കണ്ടാൽ അറിയാം, ഫിഗറിൽ നിന്ന് തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്താണ് ബി ഇമ്പാക്റ്റ് പാരാമീറ്റർ ഉള്ളതാണ് ബി പ്ലസ് ഡി ബിയെക്കാട്ടിലും സ്കാറ്റർ ചെയ്യുന്നത്. അതിൻ്റെ ആംഗിള് ബി ഇമ്പാക്റ്റ് പാരാമീറ്റർ ഉള്ളതാണ് കൂടുതലെന്ന് ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇവിടുത്തെ അനലാർ റിങ്ങിൻ്റെ ഏരിയ, അതേപോലെ തന്നെ ഇത് രണ്ടും സ്കാറ്റർ ചെയ്യുന്ന ആ സ്മോൾ അതിൻ്റെ ഏരിയയൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അടുത്ത വരുന്ന എക്സ്പ്രഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനിയും നോക്കുന്നത് ലെറ്റ് ദ ടാർഗറ്റ് ഹാവ് n nuclei per unit volume and assume the target to be thin, a foil of thickness x. നോക്കുക, ടാർജറ്റിന് n ന്യൂക്ലിയൈ പെർ യൂണിറ്റ് വോളിയമാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇതിന് വളരെ തിന്നാണ്, തിക്നെസ് എക്സ് ആണെന്ന് കൺസിഡർ ചെയ്യുക. തിക്നെസ് എക്സ് ഉള്ള ഫോയിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് ന്യൂക്ലിയൈ പെർ യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു nx. And the fraction df of the incident particle passing through the annular ring
ഏരിയ 2π/BdB. ഇവിടുത്തെ ഇതിൻ്റെ ആനുലാർ റിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 2π/BdB ആണ്. 2π/BdB ആണെങ്കിൽ അവിടുത്തെ എന്താണ് ഫ്രാക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ, ഈ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആനുലാർ റിങ്ങിൽ കൂടെ പോകുന്നതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dF = nx ടൈംസ് ഓഫ് ദ ആനുലാർ റിങ്ങിൻ്റെ ഏരിയ, അതായത് nx × 2π/BdB which is given by equation number 3. ഇനി ബി എന്ന ഇമ്പാക്റ്റ് പാരാമീറ്റർ കുറവുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ആനുലാർ റിങ്ങിൽ കൂടെ പാസ് ചെയ്യുന്നതിൻ്റെ ഫ്രാക്ഷൻ, അതാണ് ഫ്രാക്ഷൻ എഫ് വിത്ത് ഇമ്പാക്റ്റ് പാരാമീറ്റർ ലെസ് ദാൻ ബി വിച്ച് ഇസ് ഗിവൻ ബൈ എഫ് ഈസ് ഈക്വൽ ടു nx ടൈംസ് ഓഫ് πb². ആ സ്മോളസ്റ്റ് ഇതിൻ്റെ ഏരിയ ആണ് πb². അപ്പോൾ nx ടൈംസ് ഓഫ് ദാറ്റ് ഏരിയ πb² ആണ് ബി ഇമ്പാക്റ്റ് പാരാമീറ്റർ കുറവുള്ള പാർട്ടിക്കിൾസിൻ്റെ പാസ് ചെയ്യുന്ന അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗിവൻ ബൈ ഇക്വേഷൻ നമ്പർ 4. അപ്പം നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ.